മരുന്ന് വാങ്ങാനെത്തിയ യുവാവ് ആശുപത്രി ആക്രമിക്കുകയും വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ചാറൽമേട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. ഇയാൾ ആശുപത്രിയുടെ 10ഓളം ജനാലകൾ എറിഞ്ഞു തകർത്തു. സംഭവത്തിൽ ചാറൽമേട് സ്വദേശിയായ ബിജുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാറൽമേട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനെത്തിയ യുവാവ് ആശുപത്രി ആക്രമിച്ച വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞതായി പരാതി. സംഭവത്തിൽ ചാറൽമേട് കല്ലേരുങ്കൽ ബിജുമോൻ ബാബുവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ചാറൽമേട്ടിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ശരീരവേദനയ്ക്ക് മരുന്ന് വാങ്ങാനായി ആശുപത്രിയിലെത്തിയ യുവാവ് ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയം ഡോക്ടർ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരുന്നു. എന്നാൽ തനിക്ക് മരുന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബിജുമോൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. നടുവിന് വേദനയും പുറത്തിന് വേദനയും മരുന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറില്ലെന്ന് പറഞ്ഞു. അപ്പം അന്നേരം പറഞ്ഞു മുറിവെണ്ണം തരാൻ പറഞ്ഞു. മുറിവെണ്ണം എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ ഡോക്ടറില്ല, മരുന്ന് തരാൻ പറ്റത്തില്ല ഞങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സ്ഥാപനം പൂട്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഭയങ്കര ഏറായിരുന്നു. വൃത്തികേട് ഭാഷകളെല്ലാം ഒത്തിരി അസഭ്യങ്ങളായ ഭാഷകളാണ് പറഞ്ഞത്. കുഴമ്പ് വാങ്ങി പുറത്തിറങ്ങിയ ബിജുമോൻ വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും റോഡിൽ നിന്നും വലിയ കല്ലുകൾ പെറുക്കി ജനൽച്ചില്ലകൾ എറിഞ്ഞു തകർക്കുകയുമായിരുന്നു. ആശുപത്രി കെട്ടിടത്തിന്റെ 10ഓളം ജനൽച്ചില്ലുകളാണ് ഇയാൾ തകർത്തത്. അക്രമം കണ്ട് ഭയന്ന ജീവനക്കാരും രോഗികളും ആശുപത്രിക്കുള്ളിൽ കയറി വാതിലടച്ചു. തുടർന്ന് ഇവർ പഞ്ചായത്തിൽ വിളിച്ച് വിവരം അറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ പിടികൂടുകയുമായിരുന്നു. ക്രമസക്തനായിട്ട് മയക്കുമരുന്ന് എന്തോ അടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ആശുപത്രിയെല്ലാം തല്ലി പൊളിക്കുന്നു. കല്ലിന് ഭയങ്കര ഏറെ. ഞങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നു. അന്നേരം തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു. ഞങ്ങൾ അന്നേരം തന്നെ ഇങ്ങോട്ട് പുറപ്പെടുകയത്. ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗ്ലാസും എല്ലാം പൊട്ടിച്ചു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീ ലാലിച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഡി ജയകുമാർ, MS മഹേശ്വരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിരം മദ്യപാനിയും ലഹരിക്ക് അടിമയുമായ ഇയാൾ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണ്. ഇവിടുത്തെ സ്ത്രീകളടക്കം പറയുന്നത് അവർക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. വളരെ മോശമായ രീതിയിലൊക്കെയാണ് സ്ത്രീകളോടും കുട്ടികളോടൊക്കെ പെരുമാറുന്നതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രദേശവാസികൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീകളടക്കം വന്നിരുന്നു. അവർ പോലീസിലത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മുളക് കലക്കിയ വെള്ളം വീടുകളിൽ സൂക്ഷിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനവും നടത്താറുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.